മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാർ ഇത്രയും നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണില്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മിഷൻ സക്സസ്ഫുൾ ആയി. ഒഫീഷ്യലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ നെട്ടയിലാണ്. നമ്മുടെ എല്ലാ വീഡിയോസും നമുക്ക് സ്പെഷ്യലാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ്. കാരണം നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നത്തെ യാത്രയിൽ നമുക്ക് രണ്ടുണ്ട് ഉദ്ദേശം. ഒന്ന്, നമുക്ക് നെട്ടയൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. അതിലും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് വേറൊരു ഉദ്ദേശത്തോടെയാണ് വരുന്നത്. നല്ല കിടിലം ഭക്ഷണം കിട്ടുന്ന ഒരു അടിപൊളി കടയുണ്ട് ഇവിടെ. നമ്മൾ ആ കടയിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മൾ ഇരിക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ സ്പോട്ടാണ്. ഇത് വെള്ളത്തിൻ്റെ ഏകദേശം 3 സൈഡും കവർ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ സൈഡ് മാത്രം കര. അങ്ങനെ ഒരു സ്ഥലത്തിലാണ് ഇരിക്കുന്നത്. അതെ. അപ്പം നമുക്കിനി അധികം സമയം കളയണ്ട. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, പോലീസ് സ്റ്റേഷനും. പേരെന്താ? കടയിലമൂട്. അത് തന്നെ, പറഞ്ഞു തന്നെ. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വേണം നമുക്ക് ഈ പറയുന്ന വ്യൂ പോയിന്റിലോട്ട് പോകാനായിട്ട്. ഇവിടെയൊക്കെ നിറയെ നമ്മുടെ റബ്ബർ തോട്ടമാണ്. അതിൻ്റെ അപ്പുറത്താണ് നെട്ട വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ നെട്ടയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നെട്ടയിലെ കാഴ്ചകൾ കാണാം. ഇവിടെ അധികം സ്പേസ് ഇല്ല, പക്ഷേ ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് അല്ലേ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഭംഗി ആസ്വദിക്കാം. അത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാം നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അടിപൊളി മലകളും എന്താ പറയുക, നിറയെ മരങ്ങളും. ഇങ്ങോട്ടൊക്കെ നിന്ന് അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടും എല്ലാം കണ്ടോ. അത് മാത്രമല്ല താഴെ നല്ല വിശാലമായൊരു തടാകവും. അതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നെട്ട വ്യൂ പോയിന്റ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടില്ല നമുക്ക്. പക്ഷേ ഈ സമയം ഇച്ചിരി നമ്മൾ എത്ര മണിയായി? ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആവുന്നു. 3:30. കുറച്ചുകൂടെ ഒന്ന് താഴ്മ്പോഴാണ്. കുറച്ചുകൂടെ സൺ താഴ്മ്പോൾ ഇച്ചിരി നല്ലൊരു കാണാൻ പറ്റും. പക്ഷേ ഇപ്പം ഇച്ചിരി വെയിലുണ്ടാവുകൊണ്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ അടിപൊളി. ഇച്ചിരിയൊക്കെ ഒന്ന് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കണം. കാരണം ഇവിടെ അങ്ങനെ നിൽക്കാനും ഇരിക്കാനും ഒന്നും സ്ഥലമൊന്നുമില്ല. എനിക്ക് തോന്നി ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഇപ്പോൾ ഒരു വീടായിരുന്നു. എനിക്ക് തോന്നി ഇങ്ങോട്ട് വെള്ളം കയറിയ വീട് വിഷു പോയതാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും അടിപൊളി സ്ഥലം. പിന്നെ ഇവിടെ തന്നെ പല കൃഷികളുണ്ട് കേട്ടോ. കൈതച്ചക്ക കൃഷിയുണ്ട്, പിന്നെ റബ്ബറുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നി ഈ നദിയുടെ സൈഡിലോട്ട് അങ്ങനെ ഇറങ്ങാൻ തോന്നും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പോവാൻ തോന്നുന്നില്ലല്ലേ? ഭയങ്കര ഒരു കാറ്റും ഒരു തണുപ്പും ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ. ഒരു എത്ര 40-40 കിലോമീറ്റർ വരണം. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റൊരു അതിമനോഹരമായ ഒരു സ്ഥലം. ഏകദേശം അതേപോലത്തെ ഒരു വ്യൂ തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറേ സ്പോട്ടുകളുണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ നിർത്തി നമുക്ക് ഇതുപോലെ കുറച്ച് വൈബൊക്കെ ആസ്വദിച്ചിട്ട് പോകുന്നത്. അവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്താൽ നോക്കുന്നത് കണ്ട് അവിടെ വലിയൊരു മലയുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈകുണ്ഠം പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റേഷനാണ്. റബ്ബർ എസ്റ്റേറ്റാണ്. ഫുൾ റബ്ബറാണ്. ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് റബ്ബറുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് കണ്ട ഒരു ചെറിയൊരു എനിക്ക് തോന്നി മറ്റേ റബ്ബർ ടാപ്പിംഗ് അങ്ങനെ വെക്കുന്നുണ്ടോ സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ്. പക്ഷേ അത് പണ്ടത്തെ കെട്ടിടങ്ങളില്ലേ അതേപോലത്തെ ഒരു സെറ്റപ്പ്. അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട്. അടിപൊളി. അപ്പോൾ നമുക്കിവിടെ താഴോട്ട് ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട്. അതുവഴി നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം. ഒരാൾ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ വഴി നമ്മൾ വരുന്ന വഴി മൊത്തം ഓരോ വ്യൂ പോയിന്റ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം കേട്ടോ. ആക്ച്വലി ഇത് കൊള്ളാം. ഇത് റബ്ബർ മരം അല്ലേ? ഇതെവിടെ ഇറങ്ങാം കേട്ടോ. പക്ഷെ നോക്കി ഇറങ്ങണം. സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് ഇറങ്ങണം. നമുക്കറിയാം ഇറങ്ങാൻ സ്ഥലമുണ്ട്. പക്ഷെ നോക്കി എങ്ങനെയാണ് നമുക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. നല്ല തണുത്ത വെള്ളം. കുറച്ച് അങ്ങോട്ട് പോകണ്ട. നമുക്കറിയില്ല എത്ര ആഴം. നമുക്ക് ഇപ്പം റബ്ബർ മരത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ നെട്ട വ്യൂ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ആ കായലിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ഇത് അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ. മരങ്ങളുടെ ഇടയിൽ നമുക്ക് കായലിനോട് ചേർന്ന് ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് അടിപൊളിയൊരു സംഭവമാണ്.
Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals that ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് ആണ്. ഓ ആ പുറകിലൊക്കെ മേഘങ്ങളൊക്കെ ഫുൾ മരകളും അടിപൊളി. ഫുള്ളൊരു നല്ലൊരു വൈബ്രൻറ്റ് നല്ല കാറ്റും അടിപൊളി സ്ഥലം. we wanna chase the night, wanna dance to the light, pull the stars from the sky just അപ്പോൾ ഇവിടെ വരുന്നവർ ഇത് കാണാതെ പോകരുത്. അടിപൊളിയൊരു സ്ഥലമാണ്. നമുക്കിത് വെള്ളത്തിലോട്ട് ഇറങ്ങാനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. നല്ല മലനിരകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം ഇവിടെ നിന്ന്. ഇത് നല്ലൊരു കിഡിലൻ സ്പോട്ടാണ്. pull the stars from the sky, just two hearts running wild, never sleep, never stop, every shot from the top, we're gonna be two hearts running wild. Now the morning is the afternoon, we lay awake. ഓക്കെ, അപ്പം നമ്മൾ നെട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് അടുത്ത കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം. അതിനുശേഷം വേണം നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ സ്പെഷ്യലായിട്ട് വന്ന നമ്മുടെ ഫുഡ് അടിക്ക് വേണ്ടി നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പം നമ്മൾ ഫുൾ കറങ്ങി നടന്നു കാഴ്ചകളൊക്കെ കുറേ കണ്ടു. വ്യൂ പോയിന്റ് നമ്മൾ പറഞ്ഞ പോലെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഒരു വ്യൂ പോയിന്റ് മാത്രമല്ല, നമ്മൾ ആ വഴി ഫ്രണ്ടിലോട്ടേക്ക് വരുമ്പോഴത്തേക്ക് കുറേ ഉണ്ട് അല്ലേ? അതെ, അപ്പോൾ അതെല്ലാം ചുറ്റി കണ്ട് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫസ്റ്റ് മിഷൻ സക്സസ്ഫുൾ ആയി. ഇനിയാണ് നമ്മുടെ സെക്കൻഡ് മിഷൻ. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ. അപ്പോൾ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. ഇനി ഒട്ടും സമയമില്ല, നമുക്ക് അവിടെ എത്തണം അല്ലേ? നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ ഫുള്ള് കൈതച്ചൊക്കെയാണ്. വലിയൊരു പാടമാണ്. ഇഷ്ടംപോലെ സ്ഥലം അങ്ങോട്ട് അറ്റത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ കഴിയില്ല, പക്ഷെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ പുറകെ കാണുന്ന ഈ ബസ്, ആ വണ്ടി, ആ കാണുന്ന ബസ്, കാറുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ അക്ഷയപാത്രത്തിൽ വന്നാണ്. അപ്പോൾ ഒന്ന് കയറാൻ പറ്റുമോ കഴിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞിട്ട്, പക്ഷെ നമുക്ക് അവിടെ അവിടുത്തെ തിരക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പോകാം. കാണുന്ന വണ്ടിയെല്ലാം ഇവിടെ വന്നതാ കേട്ടോ. ഈ വണ്ടി നമ്മൾ ഈ കാണുന്ന കാറിലും വണ്ടിയിലൊക്കെ വന്നേക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ സ്കൂട്ടറും ബൈക്കൊക്കെ ഒരു കൊണ്ടാവാൻ ഒക്കെ വന്നേക്കുന്ന ഇവിടെയാണ്. കഴിക്കാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും ആൾക്കാരുണ്ട്. എന്താ അവിടെ നിൽക്കുന്നത്? പാസ് വാങ്ങി. ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ അക്ഷയപാത്രം എന്ന് പറയുന്നത്. ഇത് കണ്ട തിരക്കുണ്ടോ? എൻ്റെ ഈ പുറകെ കാണുന്നത് കണ്ടോ, ആ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നതാണ്. ആക്ച്വലി ഇതിനകത്തോട്ടാണ് ഫുൾ ആൾക്കാർ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് കയറാൻ പറ്റത്തുള്ളൂ. അത്ര തിരക്കാണ് ഇവിടെ. പക്ഷേ ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് പറയുന്നത്. നമുക്ക് കഴിക്കാൻ നോക്കാം. പാർസൽ വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ എന്തായാലും കയറാൻ സമയമില്ല. അകത്തുനിന്ന് ആൾക്കാർ ഇറങ്ങി തുടങ്ങി. പാർസൽ വാങ്ങിക്കാൻ നിൽക്കുന്നത് വിശപ്പുകാരി. അങ്ങനെ ഒത്തിരി നേരം നമ്മൾ കാത്തു നിന്ന് അല്ലേ? ഒരു മണിക്കൂർ നമ്മൾ കാത്തിരുന്നു. നമ്മുടെ ലാസ്റ്റ് ആയിരുന്നേ. ഈ ഊണോടെ കഴിഞ്ഞാൽ ഇനി കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം രണ്ടാമത് അരി ഇടുന്ന എന്തോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം നമ്മൾ അത്രയും നേരം ഒരു മണിക്കൂർ ഏകദേശം വെയിറ്റ് ചെയ്തു. അതെ, പാർസൽ വാങ്ങിക്കാൻ കുറച്ചുകൂടെ ലേറ്റ് ആവും. കാരണം പാക്ക് ചെയ്തൊക്കെ വരുന്നതുകൊണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയറി കഴിക്കാനും പറ്റും. അപ്പോൾ കയറി കഴിക്കുന്നതിന് 150 രൂപ, പാർസലാണെങ്കിൽ 200 രൂപ. പിന്നെ സ്പെഷ്യലായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ എക്സ്ട്രാ ചാർജ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഇതാണ് പഴയ അക്ഷയപാത്രം കേട്ടോ. ഇവിടെ നിന്നാണ് അവരിപ്പോൾ പുതിയ സ്ഥലത്തോട്ട് മാറിയത്.
അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും പാർസൽ വാങ്ങിച്ചിട്ട് ഇറങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു. പാർസലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെ അതിനകത്തുണ്ടെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു. ഇച്ചിരി തണുള്ള സ്ഥലത്ത് വന്ന് കഴിക്കാമെന്ന് കഴിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഒരു അടിപൊളി ഒരു ലൊക്കേഷൻ നോക്കി. അടിപൊളി. അപ്പോൾ ഇതിന്റെ സൈഡിൽ ഇരുന്നാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകണം അല്ലേ. ഇന്നത്തെ ലഞ്ച് നമ്മൾ ആമ്പൽപ്പാട എന്താ ഇത് നീറാണ് അറിയില്ല. അപ്പം എന്തായാലും ഇതിന്റെ സൈഡിലിരുന്നാണ് അലക്കിടുന്ന ആംബിയൻസ്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി ഊണിലും കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ വന്ന് വാങ്ങിയത് 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാർസലിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത്ര തിരക്കായിരുന്നു അവിടെ. അപ്പൊ അത്രയും നല്ല ഫുഡാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ഫസ്റ്റ് കപ്പ ചോറ്, ഇനി നമുക്ക് ബാക്കിയുള്ള കറികളും കൂടെ എടുക്കാം. ഇത് വന്നിട്ട് ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. അതെ, ചിക്കൻ പെരട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ മീൻ ഫ്രൈ. ഇത് ഊണിന്റെ കൂടെ വരുന്നതാണ്. ഇതെല്ലാം ഊണിന്റെ കൂടെ വരുന്നത്. എത്ര വില നമ്മൾ പറഞ്ഞു ഊണിന്? പറഞ്ഞു 200 രൂപ എന്ന് പറഞ്ഞാൽ പാഴ്സലാണെങ്കിൽ 200 രൂപ. ഇത് വന്നിട്ട് മീൻ കറി. നല്ല ചുമയിരിക്കുന്നല്ലേ. ഇനി എല്ലാ കറികളും ഇട്ടിട്ട് ഒരു സെറ്റ് എടുക്കാം. അതെ, അപ്പൊ നമ്മുടെ ഊണിന്റെ കറികൾ നമുക്ക് നോക്കാമേ. ഇത് കടലക്കറി, കടലയും പയറും കൂടെയാണെന്ന് തോന്നുന്നു കേട്ടോ. പയർ തോരൻ പോലെ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക സാലഡ് പോലെ. ഇത് എനിക്ക് തോന്നുന്നു ഇഞ്ചിക്കറി. പിന്നെ ബീട്രൂട്ട് കറി, പിന്നെ പച്ചടി, പിന്നെ അവിയൽ, പിന്നെ വലിയൊരു പീസ് മീൻ, ചിക്കൻ, കപ്പ, മീൻ കറി, പിന്നെ കൂടാതെ പുളിശ്ശേരിയും കൂടെ ഉണ്ട്. അടിപൊളിയാട്ടോ, സൂപ്പർ. വെറുതെ അല്ല കേട്ടോ ആൾക്കാർ നിൽക്കുന്നത്, ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പൊ നമ്മൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് വന്നിട്ട് കാണാം. നമ്മൾ ഈ കാറിനകത്ത് നിന്ന് കഴിക്കുന്നുണ്ട്, ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ ഫുഡ് വർത്തായിരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ നെട്ടയിൽ വരുന്നുണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണ്. അപ്പം ഈ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് ഈ അക്ഷയപാത്രത്തിൽ ഒന്ന് കഴിച്ച്, അല്ലെങ്കിൽ ഈ അക്ഷയപാത്രത്തിൽ ഒന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ആ വ്യൂ പോയിന്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഏതോ 2 മീൻ. അപ്പൊ നമുക്ക് അത് ഓപ്ഷനാണ്. പക്ഷെ ഒരു ഫുൾ മീനായിട്ടാണ് കൊടുക്കുന്നത്. അതിനൊക്കെ 200-300 രൂപ സെപ്പറേറ്റ് ഞാൻ കണ്ടാൽ വലിയ തരണം. അത് 300 രൂപ. അത് മാത്രമായിട്ട് നമുക്ക് കിട്ടും, കപ്പ മാത്രമായിട്ട് കിട്ടും. അങ്ങനെ ഊണ് മാത്രം വാങ്ങിക്കണം എന്നില്ല, പാഴ്സൽ എല്ലാം കിട്ടും. പക്ഷെ കയറി കഴിക്കാൻ ഈ പറഞ്ഞ പോലെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു റൂം ഇച്ചിരി ഒഫീഷ്യൽ ആയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇത്രയും ആൾക്കാർ ഇത്രയും നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണില്ലേ. അതാണ് ഈ സംഭവം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പോലെ തന്നെ അടിപൊളി സ്പൈസി ഫുഡാണ്. സ്പൈസി ആണെങ്കിലും ഒത്തിരി ഡിസ്റ്റർബൻസ് ഇല്ല. നാടൻ ഫുഡ് എന്ന് നമ്മൾ പറയില്ല, അതാണ് ഈ സംഭവം. തണ്ണി നാടൻ ഫുഡ്. പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെ, വിറകടുപ്പിൽ വെക്കുന്ന പോലെ അല്ലേ, അതേ സെയിം ഒരു ടേസ്റ്റ് ആണ്. വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത്, തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു വിറകടുപ്പിന്റെ ഒരു ടേസ്റ്റും എന്തെങ്കിലും ഉണ്ട് സത്യം പറഞ്ഞു. പിന്നെ ഇത്രയും കറികൾ ഞാൻ പറഞ്ഞ പോലെ അല്ലേ, ഊഹിക്കാൻ പറ്റാത്ത ഇത്രയും കറികളുണ്ട്. വലിയൊരു മീൻ ഫ്രൈ ഉണ്ട്. വറുത്തുമാണ്. പൈസയും 200 രൂപ അല്ലേ. വായിൽ വെള്ളം പോണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെട്ട് അല്ലായിരുന്നു അല്ലെ. നെട്ട് നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ ആയിരുന്നു. ആദ്യത്തെ പ്ലാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു നമ്മുടെ അക്ഷയപാത്രത്തിൽ വന്ന് മിഷ്ടാന ഭോജനം കഴിക്കാന്നുള്ളതായിരുന്നു. അതെ, കേട്ടു അക്ഷയപാത്രം അടിപൊളിയാണെന്ന് കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. പക്ഷേ കേട്ടതെല്ലാം സത്യമായിരുന്നു. അതെ, നമ്മൾ സ്വന്തം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് നമ്മൾ അവിടുന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഡയറക്റ്റ് വന്ന അക്ഷയപാത്രത്തിൽ വരുവാണെങ്കിൽ അവിടെ നിറച്ച് വണ്ടികൾ കാണും. പക്ഷേ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, ഇവിടെ വരാനുള്ള ആൾക്കാർ തന്നെ. അതെ, നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, നമ്മൾ വിചാരിച്ചല്ലേ ഇത് കയറാൻ പറ്റും, നടക്കൂല എന്ന് വിചാരിച്ച പ്രതീക്ഷയൊക്കെ അസ്തമിച്ച് തിരിച്ചു പോരാന്നൊക്കെ പറഞ്ഞ് വന്നതാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചല്ലേ അറ്റ്ലീസ്റ്റ് വന്ന സ്ഥിതിക്ക് നമ്മൾ വെറുതെ പോകുന്ന കാര്യമില്ല. നമ്മൾ അതുകൊണ്ട് ഒരു പാർസൽ വാങ്ങിച്ചിട്ട് നമ്മൾ അല്ലേ അതെ ഇപ്പൊ നിൽക്കുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടിലാണ്. നിങ്ങൾക്ക് തന്നെ കാണാം അല്ലേ, മലനിരകളും മരങ്ങള്, അതെ, പിന്നെ നല്ലൊരു തടാകവും. പക്ഷെ അതിൽ നിറയെ വെള്ള അമ്പലുകളുണ്ട്. നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിർത്തിയിട്ട് ഇവിടത്തെ കൂടെ കണ്ട് ഒന്ന് ആസ്വദിച്ചിട്ട് പോകുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞ മാതിരി ഇപ്പൊ നെട്ട പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നെട്ട വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഒരു ഭംഗി ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ അക്ഷയപാത്രത്തിൽ പോയി ഭക്ഷണം കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്നു. അടിപൊളിയായി മനസ്സ് നിറം തിരിച്ചു പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് വിശപ്പാണെങ്കിൽ നേരെ അക്ഷയപാത്രത്തിൽ, എനിക്കൊന്ന് നേരെ അക്ഷയപാത്രത്തിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഊണല്ലേ, അപ്പൊ സമയം കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് മിസ് ചെയ്യരുത്. ശരി, ഒരു ഉച്ച ആ സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോയി റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് മൈൻഡ് സെറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു പോകട്ടോ. അടിപൊളി സ്ഥലം. അപ്പൊ കുറച്ചു നേരം കൂടെ
നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആസ്വദിക്കട്ടെ. ഇത് കുറച്ച് അങ്ങോട്ട് നീളുന്നുണ്ട് കേട്ടോ. ആ വന്ന വഴിക്കൊക്കെ ഇതുപോലത്തുള്ള സ്പോട്ടുകളുണ്ട്. പക്ഷെ നമ്മളിവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നമുക്കിനി പുതിയ കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.